നമസ്കാരം. ഇന്ന് നമുക്ക് പാവയ്ക്ക മെഴുക്കുപുരട്ടി ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു വലിയ പാവയ്ക്കാണ് ചെറുതായി അരിഞ്ഞു വെച്ചതാണ്. ഒരു ചെറിയ സവാള നേർമയിൽ അരിഞ്ഞു വെച്ചതാണ്. ആവശ്യത്തിന് കറിവേപ്പില, ചെറിയ വെളുത്തുള്ളിയുടെ 2 അല്ലി ചതച്ചത്. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയുടെ കൂടെ നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഒരല്പം മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് അത് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് കടുക് ഇടാം. കടുക് നന്നായി പൊട്ടിയ ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ ചേർക്കാം. ഇനി അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച പാവയ്ക്കയും സവാളയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. പാവയ്ക്ക മെഴുക്ക് പുരട്ടിയിൽ സവാള ഇടുന്നത് അതിൻ്റെ കയ്പ്പ് ഒരല്പം കുറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. വെളുത്തുള്ളി എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെതായ ഒരു സ്മെല്ലെല്ലാം വരുന്നുണ്ട്. മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് ഒരല്പം വെള്ളം, ഒരു 2 കരണ്ടി വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. പാവയ്ക്ക വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തുള്ള വെള്ളം നന്നായി ഒന്ന് വറ്റിയ ശേഷം നമുക്കിത് ഇറക്കി വയ്ക്കാവുന്നതാണ്. വെള്ളം നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പാവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് കഞ്ഞിയുടെയും ചോറിൻ്റെയും കൂടെ നമുക്ക് കഴിക്കാവുന്ന ഒരു മെഴുക്ക് പുരട്ടിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. സവാള ഇതിൻ്റെ കൂടെ ചേർത്തതിനാൽ ഒരുപാട് കയ്പൊന്നും നമുക്ക് തോന്നുന്നില്ല. ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.